പ്രിയപ്പെട്ടവരെ, 24 വർഷം മുമ്പാണ് ഒരു ഒക്ടോബർ മാസം 4-ാം തീയതി, അതായത് 2000 ഒക്ടോബർ 4, ടൂറിസം വകുപ്പിന്റെയും ടൂറിസം ഇൻഡസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ KTM അഥവാ കേരള ട്രാവൽ മാർട്ട് ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഏറെക്കുറെ കാൽനൂറ്റാണ്ടാകാൻ വേണ്ടി പോകുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖ ട്രാവൽ മാർട്ടായി KTM മാറാൻ സാധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ചരിത്രത്തിൽ ആദ്യമായി ബയർ രജിസ്ട്രേഷൻ 2800 കടന്നു എന്നുള്ള സന്തോഷവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുക. രാജ്യത്തെ ഏറ്റവും വലിയ വ്യക്തിഗത ട്രാവൽ മേളയായി 24 വർഷത്തെ പാരമ്പര്യമുള്ള കേരള ട്രാവൽ മാർട്ട് മാറിയിട്ടുണ്ട്. ഗവൺമെന്റ് ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പിന്റെ ഏറ്റവും നല്ല മോഡല് KTM നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. ഇപ്പൊ ഇവിടെ ചൂണ്ടിക്കാട്ടിയ സെപ്റ്റംബർ 26 ഉദ്ഘാടനത്തിന് ശേഷം സെപ്റ്റംബർ 27 മുതൽ 29 വരെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ സാഗര സാമുദ്രിക കൺവെൻഷൻ സെന്ററിലാണ് KTM നടക്കാൻ വേണ്ടി പോകുന്നത്. KTM 2024 ബിസിനസ് സെഷൻ വേൾഡ് സെപ്റ്റംബർ 27, 28, 29 തീയതികളിൽ നടന്നു. ഇത്രയധികം ബയർ രജിസ്ട്രേഷൻ മുമ്പുണ്ടായത് സർവകാല റെക്കോർഡ് 2018 കോവിഡിന് മുൻപ്. 2018 ബയർ രജിസ്ട്രേഷനെ മറികടക്കാൻ 2024 KTM സാധിച്ചു. അന്ന് വിദേശ ആഭ്യന്തര ബയർമാർ 1305. ഇക്കുറി ആഭ്യന്തര ബയർ രജിസ്ട്രേഷൻ മാത്രം 2035 അധികമുണ്ട്, മോർ ദാൻ 2035. 76 രാജ്യങ്ങളിൽ നിന്നായി ഇതുവരെ 808 വിദേശ ബയർമാരാണ് KTM 2024 രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 808. ഇതിൽ UK 67, 67, USA 55, ഗൾഫ് 60, യൂറോപ്പ് 245, റഷ്യ 34 എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉജ്ജ്വല പ്രതികരണത്തിന് പുറമെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അഭൂതപൂർവമായ രജിസ്ട്രേഷൻ വന്നു എന്നുള്ളൊരു പ്രത്യേക എടുത്തു വരെ ഞാൻ വിളിക്കുക. 41 രജിസ്ട്രേഷൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. ഇനി കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ രജിസ്ട്രേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാവില്ല. മഹാരാഷ്ട്ര 578, 578, ഡൽഹി 340, 340, ഗുജറാത്ത് 263, 263 എന്നിവിടങ്ങളിൽ നിന്നാണ് ആഭ്യന്തര ബയർമാർ ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ട്രാവൽ മാർട്ടിലെ സ്റ്റാളുകൾക്കായി 334 പേരാണ് ഇതുവരെ താല്പര്യ പത്രം നൽകിയിരിക്കുന്നത്. 8 വിഭാഗങ്ങളിലായിട്ടാണ് ഇക്കുറി സ്റ്റാളുകൾ ക്രമീകരിക്കുക. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ സഹകരണം എല്ലാ നിലയിലും ഉറപ്പ് ആക്കിയിട്ടുണ്ട്. B2B കൂടിക്കാഴ്ചകളും മാർട്ടിന്റെ നടത്തിപ്പും സുഗമമാക്കിയിരുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ പരിഷ്കരിച്ചു. ഇതിനു പുറമെ ആദ്യമായി KTM മൊബൈൽ ആപ്പും ഇക്കുറി ഉണ്ടാകും. ബയർ സെല്ലർ കൂടിക്കാഴ്ചകൾ ക്രമീകരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ ആപ്പായിരിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ, ഹരിത മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുമെന്ന് ഉറപ്പുവരുത്തും. 2022 നടന്ന 11ാമത് കേരള ട്രാവൽ മാർട്ടിൽ 2 വർഷത്തിലൊരിക്കലാണ് 55,000-ലധികം വാണിജ്യ കൂടിക്കാഴ്ചകളാണ് 55,000 3 ദിവസം കൊണ്ട് നടന്നിട്ടുള്ളത്. രാജ്യത്തിനകത്തും നല്ലൊരു നമ്പർ. രാജ്യത്തിനകത്തു നിന്നും 900, 900, വിദേശത്തു നിന്നും 234, 234, അങ്ങനെ 1134, 1134 ബയർമാർ KTM. 302 സെല്ലർ സ്റ്റോളുകളാണ് KTM 2022 ഉണ്ടായിരുന്നത്. സെപ്റ്റംബർ മാസം 22 മുതൽ 26 വരെ പ്രീമാർട്ട് ടൂർ നടക്കും. മാധ്യമ പ്രവർത്തകർ, വ്ളോഗർമാർ, ഇൻഫ്ലുവൻസർമാർ എന്നിവർക്കാണ് പ്രീമാർട്ട് ടൂർ നടക്കുന്നത്. സെപ്റ്റംബർ മാസം 30 മുതൽ ഒക്ടോബർ മാസം 4 വരെ മാർട്ടിനെത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ബയർമാരെ ഉൾപ്പെടുത്തി പോസ്റ്റ് മാർട്ട് ടൂറുകൾ ഉണ്ടാകും. വ്യത്യസ്ത അഭിരുചിയുള്ള ടൂറിസ്റ്റുകൾക്ക് ഇണങ്ങും വിധം വിവിധ ടൂർ ക്രമീകരണം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക കലാപാരമ്പര്യങ്ങൾ കാണിക്കുന്നതിനായുള്ള വിവിധ യാത്രാ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഫാം സ്റ്റേ പരിചയപ്പെടുത്തുന്നതിനുള്ള 2 ടൂറുകളും വിഭാവനം ചെയ്തു. വെഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ സംസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം KTM ഉണ്ടാകും. ആഗോള സമ്മേളനങ്ങൾക്ക് ആതിഥ്യമരുളുന്ന മൈസ് ടൂറിസം, മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസ്, അതുപോലെ തന്നെ എക്സിബിഷൻ, ഈ വിഭാഗത്തിൽ കൂടുതൽ പ്രാധാന്യം KTM കൈവരും. G20 ഉച്ചകോടിയുടെ അനുബന്ധ സമ്മേളനം കുമരകം, കോവളം എന്നിവിടങ്ങളിൽ നടത്തിയത് ഈ ദിശയിൽ വലിയ സാധ്യത തുറന്നു നൽകിയിട്ടുണ്ട്. 2000 സ്ഥാപിതമായ KTM
സൊസൈറ്റിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ട്രാവൽ ആൻഡ് ടൂറിസം മേളയായ കേരള ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതും അന്താരാഷ്ട്ര പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലായുള്ളതുമായ ടൂറിസം സമ്മേളനമാണ്. കേരള ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കാൻ പോകുന്ന ഈ വേളയിൽ തന്നെ ആഭ്യന്തര അന്താരാഷ്ട്ര മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കേരള ടൂറിസം വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കൂടി ആരംഭിക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ വയനാടിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള ക്യാമ്പയിനുകളാണ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ കൊണ്ടുവരാൻ വയനാടിന് കൂടി പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ ലോകത്തെവിടെയുമുള്ള മലയാളികളെ കേരളത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്റെ കേരളം എന്നും സുന്ദരം എന്ന പേരിൽ ഒരു ക്യാമ്പയിനും ആരംഭിച്ചു. ഇങ്ങനെ കേരള ട്രാവൽ മാർട്ട് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവേ ഉള്ളത്. കേരള ട്രാവൽ മാർട്ട് വളരെ നല്ല നിലയിൽ സംഘടിപ്പിക്കാനും അതിന്റെ പോലെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നല്ല കമ്മ്യൂണിക്കേഷന് തയ്യാറായി മുന്നോട്ട് വരുന്ന KTM ഭാരവാഹികളെ അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ പ്രത്യേകം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കത്തില്ല. എല്ലാ ഘട്ടങ്ങളിലും കേരള ട്രാവൽ മാർട്ടിന് മീഡിയ സൈഡിൽ നിന്നും നല്ല പിന്തുണ ലഭ്യമാകാറുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതയും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലും മാർക്കറ്റ് ചെയ്യാൻ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ടൂറിസത്തെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള മേഖലകളെ എക്സ്പ്ലോർ ചെയ്യാൻ KTM എല്ലാ ഘട്ടങ്ങളിലും ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട്. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പാതയായി നമുക്ക് KTM കാണാൻ സാധിക്കേണ്ടതുണ്ട്. ആ നിലയിൽ നിങ്ങളെല്ലാവരുടെയും പിന്തുണ, നല്ല നിലയിലുള്ള പിന്തുണ KTM ലഭിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.